രാമേശ്വരത്ത് വന്നിട്ട് ഏത് ഹോട്ടലിലാണ് താമസിച്ചെന്ന് ചോദിച്ചവർക്കായിട്ടാണ് കേട്ടോ. അതേ ഹോട്ടൽ സെന്തിൽ ആണ്ടവർ ജസ്റ്റ് 100 മീറ്ററേ ഉള്ളൂ അമ്പലത്തിൽ നിന്ന്. അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു ലോഡ്ജുമാണ്. അതുപോലെ തന്നെ അവിടെ ഹോട്ടലും റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വന്ന അന്ന് എന്തായാലും നട അടച്ച കാരണം ഞങ്ങൾ ജസ്റ്റ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഹോട്ടലിൽ താമസിച്ചതിന് ശേഷം നെക്സ്റ്റ് ഡേ നമുക്ക് 2 തരത്തിൽ അവിടെ ദർശനം ചെയ്യാം. 2 ദിവസം നിൽക്കുകയാണെങ്കിലാണ് അത് പറ്റുള്ളൂ. അതായത് ആദ്യം തന്നെ രാവിലെ നേരിട്ട് പോയിട്ട് ദർശനം ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് ഡേ തീർത്ഥക്കുളത്തിൽ കുളിക്കുക. കാരണം ദർശനം ചെയ്തതിന് ശേഷം പിന്നെ 22 തീർത്ഥക്കിണറിൽ കുളിക്കാൻ പാടില്ല എന്നാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഒരു ദിവസമേ ഉള്ളൂ, അതുകൊണ്ട് 22 തീർത്ഥക്കിണറിൽ കുളിച്ച് പിന്നെ പോയിട്ട് ഡ്രസ്സ് മാറ്റി പിന്നെയാണ് ദർശനം ചെയ്തത്. അതല്ലാതെ ഒരുപാട് പേര് വെളിയിടാനൊക്കെ വരുന്നവരുണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കടലിൽ ആദ്യം പോയിട്ട് അത് ചെയ്ത് പിന്നെ കിണറിൽ കുളിച്ച് അങ്ങനെ പലതരത്തിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അങ്ങനെ കടലിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടേ ഉള്ളൂ. അതിനുശേഷം പിന്നെ മെയിനായിട്ട് മിസ്സാക്കാത്ത സ്ഥലമാണ് നമ്മുടെ ധനുഷ്കോടി. ഭയങ്കര ഭംഗിയാണ്, പക്ഷെ ഞങ്ങൾ പോയ സമയം ഒന്ന് പാളിപ്പോയി. നട്ടുച്ചേകർ അവിടെ രക്ഷപ്പെട്ടു. അവിടുന്ന് അടുത്ത് തന്നെയാണ് ഈ വില്ലുണ്ടി തീർത്ഥം. ഇതും കൂടെ ഒന്ന് മിസ്സാക്കാതെ കാണുന്നത് നല്ലതായിരിക്കും. സീതാദേവിക്ക് ദാഹിച്ച സമയത്ത് ശ്രീരാമൻ അമ്പെയ്തിട്ട് ഉണ്ടാക്കിയെടുത്ത കിണറാണ് കടലിൻ്റെ നടുവിൽ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഐതിഹ്യം വരുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് കാണാം. പിന്നെ നമ്മൾ മടങ്ങുന്ന വഴി നമുക്ക് സമയമുണ്ടെങ്കിൽ APJ അബ്ദുൽ കലാം സാറിൻ്റെ മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കൂടെ കണ്ടിട്ട് മടങ്ങാം.